രാവണന്റെ നിർദ്ദേശപ്രകാരം രാമലക്ഷ്മണന്മാരെ സീതയിൽ നിന്ന് അകറ്റാനായി രാവണന്റെ മാതുലനായ മാരീചൻ പൊന്മാനിന്റെ രൂപം പൂണ്ട് സീതയെ സമീപിക്കുന്നു. സീത ആ മാനിന്റെ സൗന്ദര്യത്തിൽ മയങ്ങുന്നതും തുടർന്നുണ്ടാകുന്ന സംഭവങ്ങളുമാണ് കവിതയിലുള്ളത്. ഇനി നമുക്ക് കവിതയൊന്ന് കേട്ടു നോക്കാം. ഭർത്താവെ കണ്ടില്ലയോ കനകമയ മൃഗമെത്രയും ചിത്രം ചിത്രം രത്നഭൂഷിതമിതം പേടിയില്ലിതിനേതുമിത്രയും അടുത്തു വന്നിടുന്നു. മിരുക്കമുണ്ടെത്രയുമെന്നു തോന്നും കളിപ്പാനതിസുഖമുണ്ടിതു നമുക്കിങ്ങു വിളിച്ചിടുക വരുമെന്നു തോന്നുന്നു നൂനം പിടിച്ചുകൊണ്ടിങ്ങു പോന്നിടുക വൈകിടാതെ മടിച്ചിടരുതേതും ഭർത്താവേ ജഗത്പദേ. അല്ലയോ ഭർത്താവേ, അങ്ങ് ഭംഗിയുള്ള സ്വർണ്ണ നിറമാർന്ന മാനിനെ കണ്ടില്ലേ? രത്നങ്ങൾ കൊണ്ട് അലങ്കരിച്ചതുപോലെ സുന്ദരനായ ഈ മാനിന് ഒരു ഭയവുമില്ല. നല്ല ഇണക്കമുള്ളതാണെന്ന് തോന്നുന്നു. ഈ മാനിനോടൊപ്പം കളിക്കാൻ നല്ല രസമുണ്ട്. വിളിച്ചു നോക്കിയാൽ വരുമെന്ന് തോന്നുന്നു. ജഗത്പദേ, ഒട്ടും വൈകാതെ ആ മാനിനെ പിടിച്ചുകൊണ്ടിങ്ങ് വന്നാലും. രാവണന്റെ മാതുലനായ മാരീചനാണ് പൊന്മാനിന്റെ രൂപം കൊണ്ട് വന്നു നിൽക്കുന്നതെന്ന് സീത അറിയുന്നില്ല. മൈഥിലി വാക്യം കേട്ടു രാഘവനരുൾ ചെയ്തു, സോദരൻ തന്നോടു നീ കാത്തുകൊള്ളുക വേണം സീതയെ. അവൾക്കൊരു ഭയമുണ്ടാകാതെ യാതുദാനന്മാരുണ്ടു കാനനം തന്നിലെങ്ങും എന്നരുൾ ചെയ്തു ധനുർബാണങ്ങളെടുത്തുടൻ ചെന്നിതു മൃഗത്തെ കൈക്കൊള്ളുവാൻ. ജഗന്നാഥൻ അടുത്തു ചെല്ലും നേരം വേഗത്തിലോടിക്കളഞ്ഞടുത്തുകൂടാ എന്നു തോന്നുമ്പോൾ മന്ദം മന്ദം അടുത്തു വരുമപ്പോൾ പിടിപ്പാൻ ഭാവിച്ചിടും. പടുത്വമോടു ദൂരെ കുതിച്ചു ചാടുമപ്പോൾ. കാട്ടിലെങ്ങും രാക്ഷസന്മാർ ഉള്ളതിനാൽ സീതയ്ക്ക് ഒരു ഭയവും ഉണ്ടാകാതെ കാത്തുരക്ഷിക്കണമെന്ന് സഹോദരനായ ലക്ഷ്മണനോട് പറഞ്ഞേൽപ്പിച്ച് ശ്രീരാമൻ അമ്പും വില്ലും എടുത്ത് മാനിനെ പിടിക്കാനായി പുറപ്പെട്ടു. ശ്രീരാമൻ അടുത്തെത്തുമ്പോഴേക്കും മാൻ വേഗത്തിൽ ഓടിക്കളയും. മാനിനെ പിടിക്കാൻ കഴിയില്ല എന്ന് രാമന് തോന്നുമ്പോൾ അത് മന്ദം മന്ദം അരികിലേക്ക് നടന്നു വരും. വീണ്ടും പിടിക്കാൻ ഭാവിക്കുമ്പോൾ സാമർഥ്യത്തോടെ ദൂരേക്ക് കുതിച്ചു ചാടിപ്പോകും. ഇങ്ങനെ തന്നെയൊട്ടു ദൂരത്തായതു നേരമിങ്ങനെ പിടിക്കുന്നു. വേഗമുണ്ടതിനേറ്റം എന്നുറച്ചാശ വിട്ടു രാഘവനൊരു ശരം നന്നായി തൊടുത്തുടൻ വലിച്ചു വിട്ടിടിനാൻ. പൊന്മാനതുകൊണ്ടു ഭൂമിയിൽ വീണ നേരം വന്മല പോലെയൊരു രാക്ഷസവേഷം പൂണ്ടാൻ. മാരീചൻ തന്നെ ഇതു ലക്ഷ്മണൻ പറഞ്ഞതു നേരെത്രയെന്നു രഘുനാഥനും നിരൂപിച്ചു. ബാണമേറ്റവനിൽ വീണപ്പോൾ മാരീചനും പ്രാണവേദനയോടു കരഞ്ഞയ്യോ പാപം. ഇങ്ങനെ മായ പൊന്മാൻ രാമനെ ആശ്രമത്തിൽ നിന്ന് വളരെ അകലത്തേക്ക് കൊണ്ടുപോയി. മാനിനെ പിടികിട്ടില്ലെന്ന് മനസ്സിലാക്കിയ രാമൻ പൊന്മാനിന് നേരെ അസ്ത്രം തൊടുത്തുവിട്ടു. രാമബാണമേറ്റ് നിലം പതിച്ച മാൻ വന്മല പോലുള്ള ഒരു രാക്ഷസനായി മാറി. ഇത് പൊന്മാനല്ല, മാരീചനാണെന്ന് ലക്ഷ്മണൻ പറഞ്ഞത് സത്യമാണെന്ന് ശ്രീരാമൻ മനസ്സിലാക്കി. രാമബാണമേറ്റ് നിലം പതിച്ച മാരീചൻ പ്രാണവേദനയോടെ ഉറക്കെ കരഞ്ഞു.
വായിക്കാം, കണ്ടെത്താം. കവിതയിൽ പ്രതിപാദിക്കുന്ന സംഭവം നടക്കുന്നത് എവിടെയാണ്? ആരൊക്കെയാണ് കഥാപാത്രങ്ങൾ? ദണ്ഡകാരണ്യത്തിൽ വെച്ചാണ് കവിതയിൽ പ്രതിപാദിക്കുന്ന സംഭവം നടക്കുന്നത്. വനവാസത്തിന് പുറപ്പെട്ട ശ്രീരാമനും അദ്ദേഹത്തെ അനുഗമിച്ച സീതാദേവിയും സഹോദരനായ ലക്ഷ്മണനും മായപ്പൊന്മാനിന്റെ രൂപത്തിലെത്തിയ മാരീചൻ എന്ന രാക്ഷസനുമാണ് ഈ കവിതയിലെ കഥാപാത്രങ്ങൾ. എത്രയും ചിത്രം ചിത്രം സീതയെ വിസ്മയിപ്പിച്ചതെന്താണ്? രത്നങ്ങൾ കൊണ്ട് അലങ്കരിച്ചതുപോലെ സ്വർണവർണ്ണമുള്ളതും അതീവ സുന്ദരനുമായ പൊന്മാനാണ് സീതയെ വിസ്മയിപ്പിച്ചത്. രാമൻ പൊന്മാനിന് നേരെ അമ്പയക്കാൻ കാരണമെന്ത്? ദണ്ഡകാരണ്യത്തിൽ കഴിയുന്ന കാലത്ത് തന്റെ മനം കവർന്ന ഒരു പൊന്മാനിനെ പിടിച്ചു തരാൻ സീത ആവശ്യപ്പെട്ട പ്രകാരം അമ്പും വില്ലുമായി രാമൻ പുറപ്പെടുന്നു. മാനിനെ പിടിക്കാൻ ശ്രീരാമൻ ശ്രമിക്കുമ്പോഴേക്ക് അത് ദൂരത്തേക്ക് ഓടിയകലും. മാനിനെ പിടിക്കാൻ കഴിയില്ല എന്ന് കരുതുമ്പോൾ അത് മന്ദം മന്ദം അടുത്തേക്ക് വരും. വീണ്ടും പിടിക്കാൻ ശ്രമിക്കുമ്പോൾ മാൻ സാമർത്ഥ്യത്തോടെ കുതിച്ചു ചാടി മറയും. ഒടുവിൽ മാനിനെ കിട്ടില്ലെന്ന് ബോധ്യമായപ്പോഴാണ് ശ്രീരാമൻ അസ്ത്രമയക്കുന്നത്. ലക്ഷ്മണൻ പറഞ്ഞത് നേരത്രയെന്ന് രഘുനാഥനും നിരൂപിച്ചു. എപ്പോൾ? പൊന്മാനിനെ കണ്ട് മോഹിച്ച സീത അതിനെ പിടിച്ചു തരണമെന്ന് രാമനോട് അഭ്യർത്ഥിക്കുന്നു. ദണ്ഡകാരണ്യത്തിൽ മായാവികളായ ധാരാളം രാക്ഷസന്മാരുണ്ടെന്നും ആശ്രമത്തിലെത്തിയ പൊന്മാനും അത്തരത്തിലുള്ളതാകാം എന്ന് ലക്ഷ്മണൻ പറഞ്ഞു. എന്നാൽ സീതാദേവി ആകട്ടെ ലക്ഷ്മണന്റെ വാക്കുകൾ കേൾക്കാതെ മാനിനെ പിടിച്ചുകൊണ്ടുവരാനായി ശ്രീരാമനെ പറഞ്ഞയക്കുന്നു. മായപ്പൊന്മാൻ രാമനെ ആശ്രമത്തിൽ നിന്ന് വളരെ ദൂരത്തേക്ക് കൊണ്ടുപോയി. ആശ്രമത്തിൽ നിന്ന് വളരെ അകലെ എത്തിയ രാമൻ മാനിന് നേരെ അമ്പു തൊടുത്തുവിട്ടു. രാമബാണമേറ്റ് നിലം പതിച്ച മാൻ ക്ഷണനേരം കൊണ്ട് വൻമല പോലെയുള്ള മാരീചൻ എന്ന രാക്ഷസനായി മാറി. ഈ സന്ദർഭത്തിലാണ് ലക്ഷ്മണൻ പറഞ്ഞത് നേരാണെന്ന് രഘുനാഥന് മനസ്സിലായത്. പൊന്മാനിനെ കണ്ടപ്പോൾ സീതയ്ക്കുണ്ടായ ഭാവമാറ്റം കാവ്യഭാഗത്തു നിന്ന് കണ്ടെത്തി വിശദീകരിക്കൂ. ദണ്ഡകാരണ്യത്തിൽ കഴിയുന്ന കാലത്ത് ശ്രീരാമന്റെ പർണാശ്രമത്തിനരികിലേക്ക് സ്വർണ്ണ നിറമുള്ള ഒരു പൊന്മാൻ ഓടിയെത്തി. തുള്ളിച്ചാടിയും കളിച്ചും മെരുക്കഭിനയിച്ചും മാൻ സീതയുടെ മനം കവർന്നു. മാനിനെ വിളിച്ചാൽ അടുത്തേക്ക് വരുമെന്നും അതിനാൽ ഒട്ടും മടിക്കാതെ അതിനെ പിടിച്ചുകൊണ്ടിങ്ങ് വന്നാലും എന്ന് സീത ശ്രീരാമനോട് അഭ്യർത്ഥിക്കുന്നു. സീതയ്ക്ക് മായപ്പൊന്മാനിനോട് തോന്നിയ കൗതുകവും വിസ്മയവും ആഗ്രഹവുമെല്ലാം നമുക്ക് ഈ സന്ദർഭത്തിൽ നിന്ന് മനസ്സിലാക്കാം. ഇവിടെ സീതാദേവി പ്രലോഭനങ്ങൾക്ക് എളുപ്പത്തിൽ വശംവദയാക്കുന്ന മനുഷ്യ സ്വഭാവത്തിന് അടിമപ്പെടുകയാണ്. പ്രയോഗഭംഗി കണ്ടെത്താം. കനകമയ മൃഗം എത്രയും ചിത്രം ചിത്രം രത്നഭൂഷിതമിതം. കാവ്യഭാഷയുടെ എന്തെല്ലാം സവിശേഷതകളാണ് ഈ വരിയിൽ കണ്ടെത്താൻ കഴിയുന്നത്? രാമലക്ഷ്മണന്മാരും സീതയും ദണ്ഡകാരണ്യത്തിൽ കഴിയുന്ന കാലത്ത് പർണാശ്രമത്തിനരികിലേക്ക് ഒരു സ്വർണ്ണ നിറമാർന്ന മാൻ ഓടിയെത്തുന്നു. മുൻപെങ്ങും കണ്ടിട്ടില്ലാത്ത ഈ സ്വർണ്ണ നിറമുള്ള മാനിനെ കണ്ട സീതയുടെ വിസ്മയം മുഴുവൻ ചിത്രം ചിത്രം എന്ന പ്രയോഗത്തിലുണ്ട്. കനകമയ മൃഗം, രത്നഭൂഷിതം എന്നീ പ്രയോഗങ്ങളിലൂടെ സ്വർണ്ണ നിറമാർന്ന മാനിന്റെ രത്നക്കല്ല് പതിപ്പിച്ചതുപോലുള്ള ലാവണ്യം നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നു. മാനിന്റെ അതിരറ്റ സൗന്ദര്യത്തിൽ മനമയങ്ങിയ സീതയ്ക്ക് അതിനെ സ്വന്തമാക്കണമെന്ന ആഗ്രഹം ഈ പ്രയോഗങ്ങളിലൂടെ കവി വ്യക്തമാക്കുന്നു. വാങ്മയ ചിത്രം. അടുത്തു ചെല്ലും നേരം വേഗത്തിൽ ഓടിക്കളഞ്ഞടുത്തുകൂടാ എന്ന് തോന്നുമ്പോൾ മന്ദം മന്ദം അടുത്തു വരുമപ്പോൾ പിടിപ്പാൻ ഭാവിച്ചിടും പടുത്തമോട് ദൂരെ കുതിച്ചു ചാടുമപ്പോൾ. വാക്കുകൾ കൊണ്ട് കവി ഒരു ചിത്രം വരയ്ക്കുന്നുണ്ടല്ലോ ഇവിടെ. കണ്ടെത്തി സ്വന്തം ഭാഷയിൽ അത് വിശദീകരിക്കൂ. വാക്കുകൾ കൊണ്ട് ഉണ്ടാക്കുന്ന ദൃശ്യങ്ങളാണ് വാങ്മയ ചിത്രങ്ങൾ. നേരിട്ടുള്ള ഇന്ദ്രിയാനുഭൂതി പകർന്നു നൽകാൻ വാങ്മയ ചിത്രത്തിന് സാധിക്കും. സീതയുടെ അഭ്യർത്ഥന പ്രകാരം കനക നിറമാർന്ന മാനിനെ പിടിക്കാനായി ശ്രീരാമൻ പുറപ്പെടുന്നു. അദ്ദേഹം അടുത്തു ചെല്ലുമ്പോഴേക്കും മാൻ വേഗത്തിൽ ഓടി അകലും. അതിനെ പിടിക്കാൻ കഴിയില്ല എന്ന് തോന്നുമ്പോൾ മാൻ രാമന്റെ അടുത്തേക്ക് മന്ദം മന്ദം വരും. വീണ്ടും പിടിക്കാനായി ഭാവിക്കുമ്പോൾ സാമർത്ഥ്യത്തോടെ ദൂരേക്ക് കുതിച്ചു ചാടി ഓടിപ്പോകും.
മാനിന്റെ ചേഷ്ടകളും മാനിനെ പിടിക്കാനുള്ള ശ്രീരാമന്റെ പരിശ്രമവും നേരിൽ കാണുന്ന അനുഭവം വായനക്കാരിൽ സൃഷ്ടിക്കാൻ ഈ വാങ്മയ ചിത്രത്തിലൂടെ കവിക്ക് കഴിഞ്ഞിട്ടുണ്ട്. പകരം പദം: മാൻ ഏണം ഹരിണം, അമ്പ് ശരം ബാണം, വില്ല് ചാപം ധനുസ്, ഭൂമി ധര ധരിത്രി, രാക്ഷസൻ നിശാചരൻ നക്തഞ്ചരൻ. മാതൃക പോലെ എഴുതാം. ഭൂഷയണിഞ്ഞത് ഭൂഷിതം, കലുഷമായത് കലുഷിതം, മുഖരമായത് മുഖരിതം.